ഈ ചമ്പാനദിയിലെ ഓളപ്പരപ്പിന് ഹരം പകർന്നുകൊണ്ട് 4 പള്ളിയോടങ്ങളില് 2ാം ട്രാക്കിലൂടെ പൂവത്തൂർ പടിഞ്ഞാറ് കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിലൂടെ മല്ലപ്പുഴശ്ശേരി 4ാം ട്രാക്കിലൂടെ ഇടശ്ശേരി മല കിഴക്ക് കടന്നു വരികയാണ്. അത് ജലോത്സവ ലോകത്തിന്റെ വരുമ്പോൾ 3ാം ട്രാക്കിലൂടെ മല്ലപ്പുഴശ്ശേരി കടന്നു വരികയാണ്. അതേ 45 കോൾ നീളം, 16 അംഗുലം നീളം, അതേ 68 അംഗുലം ഉടമ എന്നിങ്ങനെ ആറന്മുള ഉത്രട്ടാതി വള്ളങ്ങളുടെ തുടക്കം മുതലുള്ള പള്ളിയോട് രഞ്ജിത്ത് വർമ്മ ക്യാപ്റ്റനും ഭരത് രാജൻ KS സുരേഷ് എന്നിവർ പ്രതിനിധികളുമായി കടന്നു വരികയാണ്. തിരുവാറന്മുള അപ്പന്റെ പൊന്നു കെട്ടിയ പള്ളിയോടം ഇതുതന്നെയാണ് മല്ലപ്പുഴശ്ശേരിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നെങ്കിൽ 4ാം ട്രാക്കിലൂടെ വരുന്നത് ഇടശ്ശേരി മല കിഴക്കാണ്. അത് 40. അതുകൊണ്ട് തന്നെ ശൈലി രീതി മാറി ഈ ആത്മീയതയുടെ നിറവിൽ കടന്നു വരുന്ന 3 വള്ളങ്ങൾ പൂവത്തൂർ പടിഞ്ഞാറ് 2ലൂടെ വരുന്നു, 3ലൂടെ മല്ലപ്പുഴശ്ശേരി വരുന്നു, 4ലൂടെ ഇടശ്ശേരി മല കിഴക്ക് വരുന്നു. 2ലൂടെ വരുന്ന മല്ലപ്പുഴശ്ശേരിയാണോ അതോ 3ലൂടെ വരുന്ന ഇടശ്ശേരി മല കിഴക്കാണോ? ഇതാ കടന്നു വരികയാണ്. പൂവത്തൂർ പടിഞ്ഞാറ് മല്ലപ്പുഴശ്ശേരി ഇടശ്ശേരി മലയെ കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിലെ മല്ലപ്പുഴശ്ശേരി അവര് താളത്തിൽ ഇങ്ങനെ പാട്ടുപാടി കടന്നു വരികയാണ്. മനോഹരമായ ദൃശ്യം. ആറന്മുള ഭഗവാന്റെ പൊന്നു കെട്ടിയ സ്വന്തം വള്ളം എത്ര മനോഹരമായിട്ടാണ് ഈ ആറന്മുളയില് ഈ പമ്പാ നദിയിലൂടെ കുഞ്ഞോളങ്ങൾക്ക് കരം പകർന്നുകൊണ്ട് ആ 1ാം തുഴക്കാരന്റെ ആ തുഴച്ചിൽ കണ്ടോ മനോഹരമായി ആ താളത്തിൽ ആ തുഴകളൊന്ന് കുത്തി അമർത്തി നീട്ടി ഇങ്ങനെ വലിക്കുമ്പോൾ മനോഹരമായ ദൃശ്യം പ്രദാനം ചെയ്തുകൊണ്ടാണ് 3ാം നമ്പർ അതേ പള്ളിയോടം മല്ലപ്പുഴശ്ശേരി ഈ ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്നത്. 4ാം നമ്പർ പള്ളിയോടം ഇടശ്ശേരി മല കിഴക്ക് അവരും താളപ്പാട്ട് പാടി ആ വഞ്ചിപ്പാട്ട് പാടി ഈണത്തിൽ താളത്തിൽ അവരും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾക്ക് സൂചിപ്പിക്കാനുള്ള 4 വള്ളങ്ങളും ഒരുപക്ഷെ നമ്മുടെ മുമ്പ് ജോലി പറഞ്ഞതുപോലെ സംഘാടകർ പറഞ്ഞതുപോലെ ഈ വർഷം വള്ളംകളിയുടെ മാറ്റമുണ്ടായിട്ടുണ്ട്. ആരായിരിക്കും ഏറ്റവും കുറഞ്ഞ സമയങ്ങളിൽ എത്തുന്ന 4 പള്ളിയോടങ്ങളാണ് മന്നൻ ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന 4 വള്ളങ്ങൾ അങ്ങനെ 8 വള്ളങ്ങളും ലൂസേഴ്സ് ഫൈനലും ഫൈനലുമായി മത്സരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. മാനക്കര കടന്നു വരുന്നു 4ാം ട്രാക്കിലൂടെ, ചിറയിറമ്പ് കടന്നു വരുന്നു 3ാം ട്രാക്കിലൂടെ, 2ാം ട്രാക്കിലൂടെ കാട്ടർ കടന്നു വരുന്നു, 1ാം ട്രാക്കിലൂടെ ലാഗ ഇടയാറമുളയാണ് കടന്നു വരുന്നത്. ഈ ഓണവും ഒഴുക്കും അനുഗ്രഹമായിട്ടുണ്ട്. ഈ ആറന്മുളയുടെ ഉത്രട്ടാതി ദിനത്തെ ധന്യമാക്കിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ആ മത്സരത്തിന്റെ 2ാം പാദ മത്സരത്തിൽ ലാഗ ഇടയാറമുളയും കാട്ടൂരും ഇറമ്പും അതിന് മാലക്കരയും കടന്നു വരികയാണ്. ഒരുപക്ഷെ ഈ നാടിന്റെ ഐശ്വര്യമായിട്ടുള്ള ഈ നാടിന്റെ ശബ്ദമായിട്ടുള്ള 4 പള്ളിയോടങ്ങൾ സൂര്യന്റെ പ്രകാശം കൊണ്ട് ശോഭിച്ച അങ്ങ് ലക്ഷ്യപ്പെട്ടങ്ങളും ബാണക്കൊടിയും ആടയാഭരണങ്ങളും ഉണ്ടാകുമ്പോൾ ഇവിടെ വെള്ളത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഈ പമ്പയുടെ തിരുമാറിലൂടെ 4 പേരും ഒപ്പത്തിനൊപ്പം കുതിച്ചു പാഞ്ഞു വരിക മുന്നിൽ വരുന്നതല്ല കാണികളുടെ മനസ്സ് മുഴുവൻ ഇമ്പമുള്ള ഈണമുള്ള പാട്ടുകളുടെ ഒരങ്ങേറ്റുണരുന്ന ഇവിടേക്ക് ഇതിനെ കടന്നു വരുന്നു. 4 പേരിൽ ലാഗ ഇടയാറമുളയുണ്ട്, അതിന് കാട്ടൂരുണ്ട്, ചിറയിറമുണ്ട്, മാലക്കരയുണ്ട്. ആ 4 പേരാണ് മുൻപോട്ട്. ഇവിടുത്തെ മന്നൻ ട്രോഫി 2020 ഞാൻ ഞാനായിരിക്കാം ട്രോഫി നേടേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 2 പേർ മുന്നോട്ട് പോയിട്ട് 2ലും 3ലുമുള്ളവർ മുൻപോട്ട് കുതിച്ചു വരികയാണ്. അതായത് ചെറിയുമാണോ കാട്ടൂരാണോ മുൻപോട്ട് കുതിച്ചു വരുന്നത്? ഞങ്ങൾക്ക് നോക്ക് ലാഗ ഇടയാറമുള അല്പം പിന്തിപ്പോയോ? ഏതായാലും അത്യുജ്ജമായ ഒരു മത്സരത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു താളത്തിൽ അവസാനം ഒരു സ്പീഡുണ്ട്, തുടമുറിക്കും എന്നതുപോലെ ഇതാ മുൻപോട്ട് കുതിച്ച് കടന്നു വരുന്നു. 2ാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. 2ാം ട്രാക്കിലൂടെ കടന്നു
ഹരികുമാർ PN എന്നിവർ പ്രതിനിധികളുമായിട്ടാണ് കടന്നു വന്നതെങ്കിൽ നാലാം ട്രാക്കിലൂടെ നെടുംതുറയാറ് കടന്നു വന്നു. എ ബാച്ചില് 2014 മന്നം ട്രോഫി ലഭിച്ച വള്ളമാണ് നെടുംതുറയാർ. പൂർവാധികം ഭംഗിയായി ഈ വർഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നല്ല തെളിമയാർന്ന കാലാവസ്ഥ. നദിയിലാണെങ്കിൽ ജലമേളയ്ക്ക് ആവശ്യമായ സുലഭമായ വെള്ളം. അതുപോലെ തന്നെ കേരളത്തിൽ എൻ്റെ സഹപ്രവർത്തകരായ 2 ആളുകൾ നേരത്തെ സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറി നിന്നത്. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളെന്നുള്ള രീതിയിൽ എല്ലാവിധ നന്മ ബ്ലൂ പഞ്ചായത്തിന്റെ പേരിൽ അർപ്പിക്കുകയാണ്. കമന്ററികൾ തുടർന്ന് കേൾക്കാം. അടുത്ത ബാച്ച് മത്സരം നടക്കുകയും നാലാമത്തെ ഹീറ്റിൽ 1-ാം ട്രാക്കിലൂടെ കീഴകര കടന്നു വരുന്നു. 2-ാം ട്രാക്കിലൂടെ പുന്നന്തോട്ടം കടന്നു വരുന്നു. 3 കീഴ്ശ്ശേരി മേൽ കടന്നു വരുന്നു. 3 പള്ളിയോടങ്ങൾ ഇന്ന് ഫിനിഷിംഗ് ബോളിലൂടെ അടുക്കുകയാണ്. ഈ ആറന്മുളയുടെ ചരിത്രത്തെ സാക്ഷി പഠിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ ഗതിയെ തന്നെ ഒടിച്ചുവെച്ചിട്ടുള്ള 3 പള്ളിയോടങ്ങളാണ്. അത് കീഴകരയും പുന്നന്തോട്ടവും കീഴ്ശ്ശേരി മേലുകൂടെ അതിമനോഹരമായ ഈ ഓളപ്പരപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 3-ാം ട്രാക്കിലൂടെ കീഴ്ശ്ശേരി മേലാണ് മുൻപോട്ട് കുതിച്ചു വരുന്നത്. എത്ര മുൻപോട്ട് വന്നാലും ഓരോ പള്ളിയോടങ്ങൾക്കും ഇത്തവണ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വേഗതയുടെ അടിസ്ഥാനത്തിലാണ്. ആരേറ്റവും കൂടുതൽ സമയത്തിലെത്തുന്നു അവർക്കായിരിക്കും ഇത്തവണ മന്നം ട്രോഫിയിലെ ഫൈനലിലെത്താൻ സമയം കിട്ടുന്നത് പറയുന്നതാണ്. 1-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് കീഴകര അല്ലെ 3-ാം ട്രാക്കിലൂടെ കീഴ്ശ്ശേരിമേൽ അങ്ങനെ പറന്നു പോവുകയാണ്. എത്ര മനോഹരമായ, എത്ര സുന്ദരമായ ഒരു മത്സരം തോർത്ത് വീശി താളം കൊടുത്തുകൊണ്ട് അയ്യടാ പോരാങ്ങുന്ന താളമല്ല ഇവിടെ ഭക്തിയുടെ താളമാണ്, ആനന്ദത്തിന്റെ താളമാണ്, ആവേശത്തിന്റെ താളമാണ്, വഞ്ചിപ്പാട്ടിലെ ഈണത്തിന്റെ താളമാണ്. തുഴയുന്നു കുത്തി വലിച്ച് വെള്ളത്തുള്ളികളെ കീറി കുറിച്ചുകൊണ്ട് 3-ാം ട്രാക്കിലൂടെ കീഴ്ശ്ശേരിമേൽ അങ്ങനെ കടന്നു പോവുകയാണ്. അവിടെയും അതായത് 1-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പ്രമുഖ ജനപ്രതിനിധികൾ, ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പള്ളിയുടെ സേവാ സംഘം കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഏവർക്കും സ്നേഹവന്ദനം. ആറന്മുളയുടെയും മല്ലപ്പുഴശ്ശേരിയുടെയും തിലകക്കുറിയായി ശോഭിക്കുന്ന ആറന്മുള ക്ഷേത്രവും പൈതൃകമായിട്ട് ഉള്ള ജലമേളയും ഏവർക്കും സുപരിചിതമാണ്. നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന മഹാസമ്മേളനമാണ്. ഇതിന് പിന്നിൽ ദീർഘമാസങ്ങളായിട്ട് സേവനം ചെയ്യുന്ന, അക്ഷീണം പരിശ്രമിക്കുന്ന പള്ളിയുടെ സേവാ സംഘം കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഭാഗ്യസ്മരണീയരായി ഇത് തലമുറയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇത്രയും മനോഹരമാക്കി ഈ ജലമേള തീർക്കുന്നതിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാമദേവൻ സാറിനോട് നേതൃത്വത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തും ഈ പള്ളിയോടങ്ങൾക്ക് എല്ലാ സേവനങ്ങളും ചെയ്ത് ഇതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്തു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ ജലഘോഷയാത്രയ്ക്കും ജലമേളയ്ക്കും മത്സരങ്ങൾക്കും മല്ലപ്പുഴശ്ശേരിയുടെ ഓരോ ജനങ്ങളുടെയും പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏതാണ്ട് മണ്ഡലങ്ങളുടെ 5-ാം പാദ മത്സരമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് പത്രക്കടവിലേക്ക് എത്തുകയാണ്. അതേ 5-ാം പാദ മത്സരത്തില് 1-ാം ട്രാക്കിൽ ഗോയിപ്പുറം, 2-ാം ട്രാക്കില് തെക്കേമുറി കിഴക്ക്, 3-ാം ട്രാക്കിൽ ഇടപ്പാവൂർ പേരൂർ, 4-ാം ട്രാക്കിൽ ജീവൻ വഴി. ഗോയിപ്പുറം 17-ാം നമ്പർ, തെക്കേമുറി 18-ാം നമ്പർ, ഇടപ്പാവൂർ പേരൂർ 19-ാം നമ്പർ, ജീവൻ വഴി 20-ാം നമ്പർ. അങ്ങനെ ഉത്രട്ടാതി ജലപാതയുടെ പഴക്കവും പാരമ്പര്യവുമുള്ള ഗോയിപ്പുറം. അതേ ഗോയിപ്പുറം 596-ാം നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം 46 നീളം 67 അംഗുലം ഉടമ. എങ്കിൽ 18-ാം നമ്പർ തെക്കേമുറി കിഴക്ക് സന്തോഷ് ജി നായർ, ക്യാപ്റ്റനും ഗിരീഷ് കുമാർ, NS വേണു ഗോപാലൻ നായർ എന്നിവ പ്രതിനിധികളുമായിട്ട് കടന്നു വരുന്ന തെക്കേമുറി വരുമ്പോൾ ഇടപ്പാവൂർ പേരൂർ ബിജു എൻ ക്യാപ്റ്റനും TN ചന്ദ്രശേഖരൻ നായരും NG ഉണ്ണികൃഷ്ണൻ പ്രതിനിധികളുമായിട്ട് കടന്നു വരുകയാണ്. അത് അഖിൽ പ്രസന്നൻ ക്യാപ്റ്റനും രഘുനാഥൻ ഡി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും മനോഹരമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം അതിഗംഭീരമായ
കൊടിപ്പത്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പമ്പാനദിയുടെ കുഞ്ഞോളങ്ങൾക്ക് കരം പകർന്നുകൊണ്ട് ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ആവേശത്തിന്റെ ലഹരിയിൽ ആറന്മുള ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തി നിൽക്കുന്നവര് ആവേശത്തിന്റെ ആ നിറുകലിയാണ് ഭഗവാന്. ഇത് നമ്മുടെ ഗംഭീരമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രിമാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഇരുകരകളിൽ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. തിരുവാറുമുള അപ്പൻ്റെ സാന്നിധ്യത്തെ കലാശക്കളിയോടെയാണ് ഈ ആറന്മുള വള്ളംകളി അവസാനിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പള്ളിയോട സേവാ സംഘത്തിനും 24 നമ്പർ നെല്ലിക്കൽ പള്ളിയോടം കടന്നു വരുന്നു. അതേ കിഴക്കിന്റെ പള്ളിയോടങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും പാരമ്പര്യം കൊണ്ടും പ്രഥമ സ്ഥാനീയമാണ് അയ്യൂർ പള്ളിയോടത്തിനുള്ളത്. അയ്യൂർ NSS പ്രാദേശിക യൂണിറ്റ് നേതൃത്വത്തിലുള്ള പള്ളിയോടം 47 കോൽ നീളം 18 അമരപ്പൊക്കം ഹരികൃഷ്ണ ക്യാപ്റ്റനും M പ്രസാദും പ്രസാദ് കൈലത്ത് എന്നിവർ പ്രതിനിധികളുമായിട്ട് കടന്നു വരുന്ന അതേ അയ്യൂർ പള്ളിയോടമെങ്കിൽ രണ്ടിലൂടെ കടന്നു വരുന്നത് 22 നമ്പർ വള്ളം മാരാമെന്നാണ്. അതേ തിരുവാറന്മുള അപ്പന് തിരുവാറന്മുള ക്ഷേത്രം നിർമ്മിക്കുവാൻ മണ്ണ് നൽകിയ കരയാണ് മാരാമൻ. അതുകൊണ്ട് തന്നെ ഭഗവാനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന് അഭിമാനം കൊള്ളുന്നവര് മാരാമൻ 374 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ്. എങ്കിൽ അഭിജിത്ത് നായർ ക്യാപ്റ്റനും വിജയൻ രംഗത്തിലും CG പ്രദീപ് കുമാർ പ്രതിനിധികളുമായി കടന്നു വരികയാണ്. 22 നമ്പർ വള്ളിയോടം മാരാമൻ. എങ്കില് 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് വരയന്നൂരാണ്. വരയന്നൂർ 23 നമ്പർ വരയന്നൂർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളിയോടം സുരേഷ് ബാബു MD ക്യാപ്റ്റനും വി വിശ്വനാഥൻ പിള്ള മോഹൻകുമാർ എന്നിവർ പ്രതിനിധികളുമായിട്ട് കടന്നു വരുമ്പോൾ 4-ാം ട്രാക്കിലൂടെ വരുന്ന വള്ളിയോടം 24 നമ്പർ വള്ളിയോടം നെല്ലിക്കലാണ്. അതേ 45 കോൽ നീളം 67 അമ്പലമടമ 17 അടി അമരപ്പൊക്കത്തില് നെല്ലിക്കൽ 572 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളിയോടം. അഖിൽ വർമ്മ ക്യാപ്റ്റനും രവിയാർ നായർ ഓമനക്കുട്ടൻ നായർ എന്നിവർ പ്രതിനിധികളുമായിട്ട് കടന്നു വരുമ്പോൾ ആവേശകരമായ അത്യന്തം ഭക്തിനിർഭരമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലെ വള്ളിയോടങ്ങളുടെ ആവാഹന മത്സരത്തിന്റെ ഫിനിഷിംഗിലേക്ക് അയ്യൂരും മാരാമണ്ണും വരയന്നൂരും നെല്ലിക്കലും കടന്നു വരുമ്പോൾ 21 നമ്പർ വള്ളിയോടം അയ്യൂരും 22 നമ്പർ വള്ളിയോടം മാരാമണ്ണും തമ്മിലുള്ള ആവേശകരമായ ഒരു ഫൈനൽ മത്സരത്തിന് തുല്യമായ ഒരു മത്സരം ആരായിരിക്കാം ഇവിടെ ഫൈനൽ പോകുന്ന മനോഹരമായ ദൃശ്യം. ഈ ദൃശ്യവിരുദ്ധാണ് കായിക ലോകത്ത് അല്ലെങ്കിൽ ആറന്മുളയുടെ ശൈലിയിൽ നമ്മൾ ഉറ്റുനോക്കുന്നത്. ലോകത്തെമ്പാടുമുള്ളവര് ഉറ്റുനോക്കുന്നത് ഇന്ന് ആറന്മുളയിലേക്കാണ്. ക്ഷേത്രോപദേശ സമിതിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സുധീർ അവർ ആശംസകൾ അർപ്പിച്ചു. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ഈ സമ്മേളനത്തിന്റെ സദസ്സിലും സ്റ്റേജിലുമുള്ള എല്ലാ ബഹുമാന്യരുമേ, എല്ലാവർക്കും നമസ്കാരം. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി മഹാക്ഷേത്രത്തിന്റെ പേരിൽ നടക്കുന്ന ഈ ജലമേളയിൽ തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥിയുടെ ഉപദേശ സമിതിയുടെ പേരിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഉള്ള അതിയായ സന്തോഷം അറിയിക്കുന്നു. ഒപ്പം തന്നെ പള്ളിയോട സേവാ സംഘം മിസ്റ്റർ ജോളി. മുണ്ടൻകാവും മഴക്കീറും കോഴഞ്ചേരിയും മേലുകരയും തമ്മിലുള്ള മത്സരമാണ് ഈ സ്റ്റാർട്ടിംഗ് ആരംഭിച്ച് ഈ സത്രക്കടവിലേക്ക് എത്തുന്നത്. 4-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന വള്ളമാണ്. അതിന് മേലുകരയാണ്. മേലുകര വളരെ മുന്നിലൂടെ കടന്നു വരികയാണ്. കുട്ടനാടിന്റെ ശൈലിയുള്ളത് ജോളി പറഞ്ഞതുപോലെ ആറന്മുളയുടെ തനത് സംസ്കാര പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന്റെ പെരുമയിൽ നിന്നുകൊണ്ട് അവരെങ്ങനെ താളത്തിലെങ്ങനെ ദ്രുതതാളമല്ല അഴിഞ്ഞ താളത്തിലെ പാട്ടിന്റെ ഈണം കൊണ്ട് സമ്പന്നമാക്കിയ താളത്തിലെ ആറന്മുളക്കാരുടെ പാരമ്പര്യ ശൈലിയിലെ ആറന്മുളയുടെ പെരുമ വിളിച്ചുകൊണ്ട് മേലുകരെ എങ്ങനെ കോർത്ത് വീശി താളത്തിൽ തുഴഞ്ഞ് ആർപ്പവിളിയുടെ അല്ലെങ്കിൽ ആരവങ്ങളെത്തിക്കൊണ്ടിരുമ്പോൾ ഇവിടെ നമ്മുടെ ആറന്മുളയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം തത്സമയ ദൃശ്യം, ഈ വിസ്മയ ദൃശ്യം, ലോക ദൃശ്യങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ വിസ്മയ ദൃശ്യം ആറന്മുള കണ്ണാടി പോലെ ഇവിടെ ഏകീകരിച്ച് കഴിയുമ്പോൾ 1-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത്
മുന്നേങ്കാവും മഴക്കേറും കോഴഞ്ചേരിയും അങ്ങ് പിന്നിലാണെങ്കിൽ അവർ 3 വള്ളങ്ങളും ഏതാണ്ട് തുല്യത പാലിച്ചുകൂടെ കടന്നു വരികയാണ്. 4ാം ട്രാക്കിൽ മേലുകര പോയെങ്കിൽ അവർ കടന്നു പോകട്ടെ. 2ാം ട്രാക്കിലൂടെ 1ാം ട്രാക്കിലൂടെ മുന്നേങ്കാവും മഴക്കേറും കോഴഞ്ചേരിയും കടന്നു വരികയാണ്. എത്ര സുന്ദരമായ മത്സരങ്ങളാണ് ഇവിടെ. വള്ളപ്പാടുകളുടെ മുന്നിലല്ല, പാട്ടിന്റെ താളത്തില്, ഈനത്തിന്റെ താളത്തില് പാട്ടുപാടി ആറന്മുളക്കാരുടെ പേരും പെരുമേറിയ ഒന്ന് കടന്നു വരുമ്പോൾ ഇടയാറന്മുള കിഴക്കാണ് കടന്നു വരുന്നത് 2ാം ട്രാക്കിലൂടെ. എങ്കിൽ 3 ചെറുകോട് കടന്നു വരുന്നു, 4 പ്രയാർ കടന്നു വരുന്നു. 4 പേർക്കും പാരമ്പര്യമുള്ളവരാണ്. ആറന്മുളയുടെ ചരിത്രത്തിന്റെ പേരും പെരുമയും പാരമ്പര്യം പമ്പാനദിയുടെ കുഞ്ഞോടങ്ങളിലെ തുഴത്താഴങ്ങളൊപ്പം തന്നെ തുഴഞ്ഞു നീങ്ങുമ്പോൾ ആരാണ് ഈ ദൃശ്യവിസ്മയം കാണുവാൻ മടിച്ചു നിൽക്കുന്നത്? 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ഇടയാറന്മുള കിഴക്കും അതുപോലെ ചെറുകോലും പ്രയാറും തമ്മിലുള്ള മത്സരമാണ്. 1ാം ട്രാക്കിലൂടെ നമ്മുടെ വെമ്പാല കടലിമംഗലം ഒന്ന് പുറകോട്ട് മാറിയോ എങ്കിൽ പുറകോട്ട് മാറാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇത് ഇന്ന് ഉത്രട്ടാതി ജലോത്സവത്തിന്റെ മഹനീയമായ മുഹൂർത്തങ്ങൾ കേരളത്തിലെ ജലോത്സവ പ്രേമികളുടെ നെഞ്ചകത്ത് വരച്ചു കുറിച്ചിടുവാനുള്ള മത്സരമാണ് നടക്കുന്നത്. ആരൊക്കെ തമ്മിൽ പ്രയാറുണ്ട്, ചെറുകോലുണ്ട്, ഇടയാറന്മുള കിഴക്കുമുണ്ട്. 3 പേരിൽ 3ലും 4ലും തമ്മിലുള്ള മത്സരമാണ്. അതായത് ചെറുകോലും പ്രയാറും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. 2 പേരും അങ്ങനെ ഇടിമിന്നൽ പോലെ എന്ന് പറയാം. പക്ഷേ പറ്റില്ല, താളത്തിൽ തുടങ്ങിയെങ്ങനെ മേഘക്കൊഴുപ്പോടുകൂടി ഈ പമ്പയുടെ കുഞ്ഞോടങ്ങളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് കാണികളുടെ മനം കവർന്നുകൊണ്ട് ആവേശത്തിന്റെ പെരുമ തീർത്തുകൊണ്ട് 2 പള്ളിയോടങ്ങളെ ഇടമാറുമുള്ള കിഴക്കും പ്രയാറും വരികയാണ്. 1ാം ട്രാക്കിലൂടെ അവര് ഭക്തിനിർഭരമായി കടന്നു വരുമ്പോൾ അത് ഓതറയിലെ 3ാമത്തെ പള്ളിയോടമാണ്. കിഴക്കിനോതറ കുന്നക്കാട്ട് പള്ളിയോടം 568ാം നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടം. 1ലൂടെ അതേ 33ാം നമ്പർ പള്ളിയോടം കടന്നു വരുമ്പോൾ 2ലൂടെ കടന്നു വരുന്നത് അതേ ഓതറ പള്ളിയോട സേവാ സംഘത്തിന്റെ കടന്നു വരുന്ന ഓതറയും തമ്മിലുള്ള അതേ ആവേശകരമായ പള്ളിയോടങ്ങളുടെ മത്സരവേദിയുടെ വീറും വാശിയുമൊക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള അതേ ആവേശകരമായ പള്ളിയോട മത്സരം ആറന്മുള ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് ഒഴുകുകയാണ്. ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തില് 9ാം പാദ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഏതാച്ചിന്റെ അവസാന മത്സരം കടന്നു വരുന്നു. കിഴക്കനോതര ഉന്നക്കാട്ട് ഓതറയും ഇടനാടും തമ്മിലുള്ള മനോഹരമായ ദൃശ്യവിരുന്ന് ആറന്മുളയുടെ ശൈലിയിൽ തുടങ്ങി വരികയാണ്. മനോഹരമായ ദൃശ്യം ഈ ബാച്ചും കൂടെ കഴിയുമ്പോഴാണ് ഔദ്യോഗികമായി ബി ബാച്ചിന്റെ മത്സരമെന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുന്നത്. അതിനുള്ളില് ആ ഏറ്റവും കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ഫിനിഷ് ചെയ്ത ആ പള്ളിയോടങ്ങളുടെ ലിസ്റ്റ് ഔദ്യോഗികമായി ഇവിടെ നിന്ന് അറിയിക്കും. അതിനുശേഷമായിരിക്കും ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഏതായാലും കിഴക്കനോതര ഉന്നക്കാട്ടും ഓതറയും ഇടനാടും 33ാം നമ്പരും 34ാം നമ്പരും 35ാം നമ്പരും പള്ളിയോടങ്ങൾ കടന്നു വരുന്ന മഹനീയമായ സാന്നിധ്യത്തില് ഇതാ പമ്പാനദി പുളകച്ചാർത്തണിയുകയാണ്, കുളിർ കോരുകയാണ്. അതെ, ആരായിരിക്കാം ഇപ്പോൾ കടന്നു വരുന്നത്? അതെ, 34ാം നമ്പർ പള്ളിയോടം ഓതറയാണ് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതെ, അവരുടെ ആവേശത്തിന്റെ നിറവയിൽ വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ മുഴങ്ങുന്ന താളലയ മേളങ്ങൾ കൊണ്ട് അവർ കടന്നു വരുന്ന മനോഹരമായ ദൃശ്യം ഇതാ സത്രക്കടവിലേക്ക് കടന്നു വരികയാണ്. ആറന്മുള ഭഗവാന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞിന്ന് ഇവിടെ ധന്യമാകുന്ന നിമിഷം എത്ര മനോഹരമായി ആ നയമ്പുകള് വെള്ളത്തിലേക്ക് കുത്തി ഒന്ന് വലിച്ച് താളാത്മകതയിൽ പാടിപ്പോകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അതിലുള്ളവർ ധന്യരായി തീരുകയാണ്. അങ്ങനെ 34ാം നമ്പർ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പമ്പാനദിയുടെ ഓടപ്പരപ്പില് ഈ അത്ഭുത പ്രതിഭാസങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആറന്മുളയുടെ 52 ദേശങ്ങളുടെ ആരവങ്ങൾ മുടക്കിക്കൊണ്ട് പള്ളിയോടങ്ങളുടെ ഘോഷയാത്രയും ജലഘോഷയാത്രയും നടന്നു. നമ്മുടെ